നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. മഴ മാറിയെങ്കിലും ദുരിതങ്ങൾക്ക് ശമനമില്ല. തെന്മലയിൽ മാത്രം 1 കോടിയുടെ നഷ്ടം. പത്തനാപുരത്തെ ദുരിതബാധിതർ ക്യാമ്പുകളിൽ തന്നെ. കടയ്ക്കലിലും ചടയമംഗലത്തും ദുരിതം തുടരുന്നു. കടയ്ക്കലിൽ പുതുതായി അനുവദിച്ച മജിസ്ട്രേറ്റ് കോടതി പ്രവർത്തനം തുടങ്ങി. കൂടുതൽ കോടതികൾ തുടങ്ങുന്നത് നീതി നടപ്പാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ച്. എസ്ഐയുടെ പീഡനം തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ്. നേത്രദാന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും സൌജന്യ നേത്ര പരിശോധനയും കരവാളൂരിൽ നടന്നു. പത്തനാപുരം താലൂക്കിലെ പ്രളയബാധയെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പുനരധിവസിപ്പിച്ചവർ ക്യാമ്പുകളിൽ തന്നെ തുടരുകയാണ്. കിടപ്പാടമടക്കം നഷ്ടപ്പെട്ടതാണ് കാരണം. താലൂക്കിലെ 5 ക്യാമ്പുകളിലായി 250 പേരെയാണ് പുനരധിവസിപ്പിച്ചിട്ടുള്ളത്. വീടുകളിൽ നിന്നും വെള്ളം ഒഴിഞ്ഞെങ്കിലും ഇവയ്ക്ക് കനത്ത നാശം സംഭവിച്ചതിനാലാണ് കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ കഴിയുന്നത്. പട്ടാഴി വടക്കേക്കര മിച്ചഭൂമിയിലെ 6 വീടുകളും പൂർണ്ണമായും തകർന്നു. ഇവരെ ചെലിക്കുഴി സർക്കാർ LP സ്കൂളിലെ ക്യാമ്പിൽ പാർപ്പിച്ചിരിക്കുകയാണ്. മിക്ക വീടുകളിലെയും ഭക്ഷ്യസാധനങ്ങളും വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങളും ഗൃഹോപകരണങ്ങളും വെള്ളം കയറി നശിച്ചു. സമീപ വർഷങ്ങളിലൊന്നും മലയോര മേഖലയിലെ ഗ്രാമങ്ങൾ ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ലെന്ന് മുതിർന്നവർ പറയുന്നു. കല്ലടിയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിച്ച കുടുംബാംഗങ്ങളുടെ വളർത്തുമൃഗങ്ങളും ഒഴുക്കിൽപ്പെട്ടിരുന്നു. പത്തനാപുരം താലൂക്കിലെ 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 250 പേരെയാണ് പുനരധിവസിപ്പിച്ചിട്ടുള്ളത്. ഇവർക്ക് 3 ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ സിവിൽ സപ്ലൈസ് വകുപ്പ് എത്തിച്ചു നൽകിയിട്ടുണ്ട്. കൂടാതെ ദുരിതബാധിതർക്ക് സഹായമായി നാട്ടുകാരും ക്ഷേത്ര സംരക്ഷണ സമിതിയും ജനപ്രതിനിധികളും രംഗത്തുണ്ട്. രാത്രി 2 മണിക്ക് വെള്ളം കയറാൻ തുടങ്ങിയതാണ്. 2 മണിക്ക് വെള്ളം കയറി. ഇന്നലെ രാത്രി 5 മണി വരെ എന്റെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ വെള്ളം, ഞങ്ങളുടെ 4 വീട്ടില് 9 വീട്ടിൽ വെള്ളം കയറി. 5 മണിയായപ്പോഴത്തേനും 3 വീട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി. 4 വീട്ടിൽ അതുപോലെ വെള്ളം കിടക്കുമായിരുന്നു. അതാ 4 മണി. മെമ്പർ രാവിലെ വന്ന് നോക്കി പോയി. പഞ്ചായത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വന്നിട്ടില്ല. 3 മണിയായപ്പോൾ പാത്തുമ്മ ഖാനും വേറെ 2-3 പേര് വന്ന് പറഞ്ഞു പോയി. ഇന്ന് ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വന്നിട്ടില്ല. മെമ്പർ വന്നോ ഇല്ലയോ എന്നൊന്നും ഞങ്ങളാരും കണ്ടില്ല. ഇന്നലെ രാവിലെ ഒന്ന് വന്നു, ഇന്ന് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്ന് ഇഷ്ടം പോലെ സാധനം ഇന്നലെ അവർ 4-5 പേര് രാവിലെ 8 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് അന്വേഷിച്ചു. വൈകുന്നേരം രാത്രി 9-10 മണി വരെ വില്ലേജ് ഓഫീസർ 4 പേര് ഇവിടെ ഉണ്ടായിരുന്നു. വില്ലേജ് ഓഫീസിൽ ജോലിക്കാര് 10 മണിയായപ്പോഴും അവരെല്ലാം പോയി. രാവിലെ 8 മണിയായപ്പോൾ അവരിവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ചെയ്തു. പിന്നെ രാൻ സാറ് വിറവ് വരെ രാൻ സാറിന്റെ വീട്ടിൽ ഞങ്ങൾക്ക് കൊണ്ട് തന്നത്. പഞ്ചായത്തിൽ നിന്നൊന്നും ഒരു വക ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളുടെയൊക്കെ വീടിന്റെ ഫ്രണ്ട് വന്ന് ഒന്ന് കണ്ട് നിങ്ങൾ അവരുടെ കൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകണം. പഞ്ചായത്തുകാരെന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ വീടിന്റെ ഒക്കെ ഫ്രണ്ടൊക്കെ കണ്ട ഇന്ന് കെട്ടും നാളെ കെട്ടുമെന്നും പറഞ്ഞായിരിക്കുന്നത്. കിടക്കാൻ പാ വരെ വില്ലേജ് ഓഫീസർ വാങ്ങിച്ചെടുത്ത് തന്നു. ഓണവിപണി ലക്ഷ്യമിട്ട് നട്ടുവളർത്തിയ ലക്ഷക്കണക്കിന് രൂപയുടെ ഏത്തവാഴ കൃഷിയും നശിച്ചിട്ടുണ്ട്. നിരവധി കർഷകരുടെ കൃഷിവിളകൾ നശിച്ചിട്ടുണ്ടെങ്കിലും പത്തനാപുരം താലൂക്കിൽ കൃഷിവകുപ്പ് കാര്യമായ സഹായങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പ്രദേശം സന്ദർശിക്കാൻ പോലും കൃഷിവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടില്ലെന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴ കിഴക്കൻ മലയോര മേഖലയെ ദുരിതത്തിലാക്കി. ഇത്തിക്കരയാറും പോഷകത്തോടുകളും കരകവിഞ്ഞതോടെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ചടയമംഗലത്ത് കല്ലുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. മഴ മാറിയെങ്കിലും പ്രളയബാധിത പ്രദേശങ്ങളിലെ ദുരിതം അവസാനിച്ചിട്ടില്ല. കോട്ടുക്കൽ മുരിയനല്ലൂർ മഹാദേവ ക്ഷേത്രം ഭാഗികമായി വെള്ളത്തിനടിയിലായി. ക്ഷേത്രത്തിലെ അന്തേവാസിയായ കോട്ടുക്കൽ സ്വദേശി കോട്ടപ്പൊയ്ക പ്ലാവള വീട്ടിൽ രാമകൃഷ്ണൻ വെള്ളം കയറിയതിനെ തുടർന്ന് ക്ഷേത്രത്തിനുള്ളിൽ കുടുങ്ങി. ചുറ്റും വെള്ളം കയറിയതോടെ ഇയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാതെ വന്നു. തുടർന്ന് പുനലൂർ, കടയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിശമന സേനയുടെ 2 യൂണിറ്റ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കരകവിഞ്ഞ് കുത്തിയൊഴുകിയ ഇത്തിക്കരയാറ്റിലൂടെ സാഹസികമായി 1 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് രാമകൃഷ്ണനെ രക്ഷപ്പെടുത്തിയത്. ഇടമുളയ്ക്കൽ പറയൻമൂല കശുവണ്ടി ഫാക്ടറിയിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നാശം സംഭവിച്ചു. ഫാക്ടറിയിൽ സൂക്ഷിച്ചിരുന്ന കശുവണ്ടി പരിപ്പ്, ഷെല്ലിംഗ് പരിപ്പ്, തോട്ടണ്ടി എന്നിവ വെള്ളം കയറി നശിച്ചു. ഫാക്ടറിയുടെ 3 ഷെഡുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഇവിടെ തങ്ങിയിരുന്ന ജീവനക്കാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു. ആയൂർ അഞ്ചൽ റോഡിൽ കൈപ്പള്ളി ഐസ് പ്ലാന്റ് മുതൽ പെരിങ്ങളൂർ കുരിശടി വരെയുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറി. ആയൂർ അഞ്ചൽ ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടു. കുളത്തൂപ്പുഴ ആറ്റിങ്ങൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് വെള്ളത്തിൽ കുടുങ്ങി. നാട്ടുകാരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ജീവനക്കാർ ബസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നു. തുടർന്ന് എഞ്ചിൻ ഓഫായ ബസ് വെള്ളത്തിൽ കുടുങ്ങുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളത്തിന് നടുവിലായ ബസ് ഒഴുക്കിൽ ഒലിച്ചു പോകാതിരിക്കാൻ വടം കെട്ടുന്നതിനിടെ ഒരാൾ ഒഴുക്കിൽപ്പെട്ടെങ്കിലും നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി. 1 ദിവസത്തിനു ശേഷം വെള്ളം ഉൾവലിഞ്ഞെങ്കിലും പ്രദേശങ്ങൾ പൂർവ്വസ്ഥിതിയിൽ എത്തിയിട്ടില്ല. മൂടിക്കെട്ടിയ അന്തരീക്ഷവും മഴക്കാറും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്.
ശക്തമായ മഴയെ തുടർന്ന് ചടയമംഗലം കല്ലുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. പാറയും മരങ്ങളും വീണതിനെ തുടർന്ന് ചരിവിളപ്പുത്തൻ വീട്ടിൽ ശാരദയുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. രാത്രി 12:30യോടെ വീടിന് സമീപത്തെ പാറയുടെ മുകളിൽ നിന്നും മരങ്ങളും വൻ പാറക്കഷ്ണങ്ങളും താഴേക്ക് പതിച്ചു. ശാരദയും 2 മക്കളും ഇവിടെ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മലവെള്ളപ്പാച്ചിലിൽ ഇവിടെ നേരിയ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. മണ്ണും പാറയും വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. മഞ്ഞപ്പാറ പാവൂരിൽ യൂസുഫിന്റെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ജനാലച്ചില്ലുകളും വാതിലുകളും തകർന്നു. കടയ്ക്കൽ ആറ്റുപുറത്ത് ഇരപ്പിൽ വീട്ടിൽ ബിനുകുമാറിന്റെ വീടും തകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കനത്ത മഴയിൽ ഒറ്റപ്പെട്ട ആര്യങ്കാവ് മാമ്പഴത്തറ പ്രദേശത്ത് പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു സന്ദർശനം നടത്തി. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും MLA അനുഗമിച്ചു. കഴുതുരുട്ടിയിൽ നിന്നും മാമ്പഴത്തറയിലേക്കുള്ള റോഡ് മഴയിൽ പൂർണ്ണമായും തകർന്നു. ഈ റോഡിലൂടെയാണ് MLA മാമ്പഴത്തറയിലേക്ക് എത്തിയത്. വഴിമധ്യേ നെടുമ്പാറയിലെത്തിയ അദ്ദേഹത്തെ മലമുകളിൽ കാട്ടാനക്കൂട്ടമാണ് വരവേറ്റത്. തുടർന്ന് സ്ഥലത്തെത്തിയ MLAക്ക് കാണാൻ കഴിഞ്ഞത് കുട്ടികളെ സ്കൂളിലെത്തിക്കാൻ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്ന നാട്ടുകാരെയാണ്. തുടർന്ന് മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയ പാറപ്പള്ളി പാലം MLA സന്ദർശിച്ചു. ഇവിടെ എത്തിയ അദ്ദേഹം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ബന്ധപ്പെട്ട് പാലം എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന് നിർദ്ദേശം നൽകി. പാലം തകർന്നതിനാൽ പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്നുള്ള ബസും കഴുതുരുട്ടി മാമ്പഴത്തറ റോഡ് തകർന്നതിനാൽ ഇതുവഴിയുള്ള പുനലൂർ ഡിപ്പോയിൽ നിന്നുള്ള ബസും ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. ഇതിനാൽ തന്നെ ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ്. പത്തനാപുരത്ത് നിന്നുള്ള ബസ് പാറപ്പള്ളി പാലം വരെയും കഴുതുരുട്ടി മാമ്പഴത്തറ റോഡ് ഭാഗികമായി ശരിയാക്കിയതിനാൽ ഇതുവഴിയുള്ള ബസും പുനഃസ്ഥാപിക്കണമെന്നും പത്തനാപുരം പുനലൂർ ATOമാരെ ഫോണിൽ വിളിച്ച് MLA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചാലിയക്കര മാമ്പഴത്തറ റോഡ് നിർമ്മാണത്തിനായി വനം വകുപ്പ് 40 ലക്ഷം രൂപ അനുവദിച്ചതായി MLA അറിയിച്ചു. CPI മണ്ഡലം സെക്രട്ടറി C അജയ് പ്രസാദ്, കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് TB അനിമോൻ, CPI മണ്ഡലം സെക്രട്ടറി C അജയ് പ്രസാദ്, കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് TB അനിൽമോൻ, തെന്മല വില്ലേജ് അസിസ്റ്റന്റ് T ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം സിബിൽ ബാബു എന്നിവർ MLA അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. കാലവർഷക്കെടുതിയിൽ തെന്മല ഗ്രാമപഞ്ചായത്തിൽ 1 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തി. 2 പാലങ്ങൾ തകർന്നു. പ്രളയബാധിത പ്രദേശങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സന്ദർശനം നടത്തി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ മാമ്പഴത്തറ ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരുന്നു. ഉപ്പുകുഴി മാമ്പഴത്തറ റോഡിലെ 2 പാലങ്ങൾ തകർന്നു. ഓലപ്പാറ ഹരിജൻ കോളനി, വലിയകാവ്, ചാലിയക്കര, ഉപ്പുകുഴി, ഇടമൺ, ഉറുകുന്ന്, ഒറ്റക്കൽ, തെന്മല, മാമ്പഴത്തറ പ്രദേശങ്ങളിലെ 50ഓളം വീടുകൾ തകർന്നു. പഞ്ചായത്തിലെ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി കൃഷിയിടങ്ങൾ നശിച്ചു. 50 ലക്ഷം രൂപയുടെ കാർഷിക നഷ്ടമുണ്ടായിട്ടുണ്ട്. കാർഷിക മേഖലയിൽ മുഴുവൻ കൃഷിയിടങ്ങൾ നശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടുകൾ നശിച്ചു. പിന്നെ പാലങ്ങൾ തകർന്നു. റോഡുകൾ ഇനി ഗതാഗത യോഗ്യമല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തി. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് തെന്മല പഞ്ചായത്തിനുണ്ടായിരിക്കുന്നത്. ഓലപ്പാറ, ചെറുകടവ്, വലിയകാവ്, ചാലിയക്കര പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. ഓലപ്പാറ, കോഴിപ്പാലം, ഇഞ്ചപ്പള്ളി പാലം എന്നിവ വെള്ളപ്പൊക്കം കാരണം തകർന്ന നിലയിലാണ്. ചെറുകടവ് ജംഗ്ഷനിൽ നിന്നും കുമ്പഴക്കടവിലേക്കുള്ള റോഡാണ്. ഇത് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് ഇതിനുള്ളത്. ഇത് ഏകദേശം 10-40 വർഷത്തോളം പഴക്കമുള്ള റോഡാണ്. ഇത് MB ഫണ്ടിൽ നിന്നും ഒരു 200 മീറ്ററും പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും ഒരു 100 മീറ്ററോളം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഏകദേശം ഒരു 700 മീറ്റർ റോഡാണ് ഇപ്പോൾ ഈ തകർന്ന നിലയിൽ കാണപ്പെടുന്നത്. ഇത് വർഷാവർഷമുള്ള മഴവെള്ളക്കെടുതിയിൽ ഇതേപോലെ സംഭവിക്കുകയും നാട്ടുകാർ എല്ലാവരും കൂടെ ഒന്നിച്ച് സഹകരിച്ച് കല്ലും മണ്ണും ഒക്കെ വെട്ടിയിട്ട് നികത്തിയാണ് നിലവിൽ റോഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ഒരു കാരണവശാലും റെഡിയാക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കുത്തൊഴുക്കായിട്ട് വന്ന് ഒലിച്ചു പോവുകയും ഇവിടെ ഏകദേശം ഒരു 10ഓളം കുടുംബം വളരെ ദുരിതമനുഭവിക്കും. ഇന്ന് ഒരു ആശുപത്രി കേസ് വന്നാലോ ഒന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു ബൈക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയെ. മാമ്പഴത്തറയിലേതടക്കം വെള്ളപ്പൊക്കത്തിൽ തകർന്ന പാലങ്ങൾ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിനോടും വനം വകുപ്പിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്തിനുണ്ടായ നഷ്ടം നികത്തുന്നതിന് അടിയന്തര സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. തെന്മല പഞ്ചായത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 100ഓളം കുടുംബങ്ങൾക്ക് തെന്മല പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തെന്മല, മാമ്പഴത്തറ, ഒറ്റക്കൽ, ഉറുകുന്ന്, ഓലപ്പാറ, ചാലിയക്കര തുടങ്ങിയ മേഖലകളിൽ സാധാരണക്കാരായിട്ടുള്ള നിരവധി കുടുംബങ്ങൾ, പ്രത്യേകിച്ച് പട്ടികജാതി മേഖലയിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. ഓലപ്പാറ കോളനിയിൽ ഈ രൂക്ഷമായ വെള്ളപ്പൊക്കം കാരണം നിരവധി കുടുംബങ്ങൾ തകർന്നുപോയി. വീടുകൾ തകർന്നു പോയിട്ടുള്ള ഏതാണ്ട് 4 കുടുംബങ്ങൾക്ക് ഈ വർഷം തന്നെ പഞ്ചായത്ത് ഭരണസമിതി നേരിട്ട് തന്നെ IAY ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളരെ അടിയന്തരമായി അവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകും. അതോടൊപ്പം തന്നെ ഇവിടെ ഭാഗികമായി നശിച്ചിട്ടുള്ള വീടുകൾക്ക് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി അടിയന്തരമായ നടപടിയിൽ പഞ്ചായത്തിൽ നിന്നും മെയിൻ്റനൻസ് ചെയ്യുന്നതിനുള്ള പൈസ അനുവദിക്കുന്നതാണ്. പഞ്ചായത്തിലെ വിവിധ റോഡുകൾ തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാമ്പഴത്തറ മേഖലയിലേക്കുള്ള അങ്ങോട്ടുള്ള യഥാർത്ഥത്തിൽ വാഹന ഗതാഗതം നിലച്ചിരിക്കുന്നു. മാമ്പഴത്തറ ഗ്രാമം തെന്മല പഞ്ചായത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നടക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അങ്ങോട്ടുള്ള 2 പാലങ്ങൾ തകർന്നിട്ടുണ്ട്.
അത് പുതുക്കി പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെന്മല പഞ്ചായത്തിലുണ്ടായിരിക്കുന്ന ഈ വെള്ളപ്പൊക്കത്തിലുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി പരിശോധിച്ചു വരികയാണ്. പൂർണ്ണമായി തിട്ടപ്പെടുത്തിയതിനു ശേഷം സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും തെന്മല പഞ്ചായത്തിന് ഇത്തരത്തിലുണ്ടായ ഈ ദുരിതത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയുള്ള അടിയന്തരമായ സാമ്പത്തിക പാക്കേജ് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ബുധനാഴ്ച സമർപ്പിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരനോടൊപ്പം മെമ്പർമാരായ VM സലീം, C ചെല്ലപ്പൻ, K സുരേന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് V രാധാകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് T അനീഷ് എന്നിവർ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടയ്ക്കൽ പുതുതായി അനുവദിച്ച മജിസ്ട്രേറ്റ് കോടതി പ്രവർത്തനം തുടങ്ങി. കൂടുതൽ കോടതികൾ തുടങ്ങുന്നത് നീതി നടപ്പാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് അഭിപ്രായപ്പെട്ടു. പുതിയ കോടതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേസുകൾ തീർപ്പാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുന്നതിനാണ് സംസ്ഥാനത്ത് 27 കോടതികൾ അനുവദിച്ചത്. ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതിൽ അഭിഭാഷകരും ജനപ്രതിനിധികളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്നും ജഡ്ജി അഭിപ്രായപ്പെട്ടു. ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ആദ്യമായിട്ടാണ് ഒരു കോടതിയുടെ ഉദ്ഘാടനം പൊതുജനങ്ങൾ അവരുടെ ഒരു ഉത്സവമായിട്ട് മാറ്റി ഇത്ര ക്ഷേമമായിട്ട് ആഘോഷിക്കുന്നതോട് ആദ്യം കാണുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു വേറൊരു അനുഭവമാണ്. ഇതിന് ചുമതല വഹിച്ച എല്ലാവരും വാസ്തവത്തിൽ അഭിനന്ദനം അറിയിക്കുന്നു. ഇത് മറ്റുള്ളവരും കൂടെ ഒരു മാതൃകയായി എടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നടക്കുന്ന ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള ജുഡീഷ്യൽ സിസ്റ്റമാണ്. പക്ഷേ കാലം കഴിയുന്നതോറും പോപ്പുലേഷനിലുള്ള കൂടിയതുകൊണ്ടും തർക്കങ്ങൾ കൂടിയതുകൊണ്ടും ഒക്കെ എല്ലാ രീതികളിലും എല്ലാ കാലത്തും ഉണ്ടായ ഒരു പരാതിയാണ് ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റത്തിലെ കാലതാമസം. ഈ കാലതാമസം ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുണ്ട്. ജുഡീഷ്യറിയുടെ ഒരു ഭാഗമെന്ന് ആയ എനിക്ക് അതിന് പലതരം ന്യായങ്ങളും നടത്താൻ സാധിക്കുമെങ്കിൽ പോലും കാലതാമസത്തിനെ കുറിച്ചുള്ള പരാതിയുടെ യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റും. ഇതിനുള്ള പരിഹാരം അന്വേഷിച്ച് നമ്മൾ വലിയ തലമുറയുടെ കാര്യമില്ല. കാരണം കോടതികളുടെ എണ്ണം കൂട്ടുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക, കൂടുതൽ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, സിസ്റ്റം എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാമെന്ന് തോന്നുന്നു. പക്ഷേ അടുത്ത കാലം വരെ ഒരു വലിയൊരു പ്രോഗ്രസ് ഉണ്ടായിരുന്നില്ല ഈ മേഖലയിൽ. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അതിനൊരു വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് 13ാമത്തെ ഫൈനാൻസ് കമ്മീഷന്റെ ഭാഗമായിട്ട് ഫണ്ട്സ് വന്ന് കേരളത്തിൽ 27 ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികൾ തുടങ്ങാനായിട്ട് അനുവാദം കിട്ടിയത്. ആ 27 കോടതികളിൽ 4 കോടതികൾ കൊല്ലം ജില്ലയ്ക്ക് അനുവദിക്കപ്പെടുകയുണ്ടായി. അത് കൊല്ലം ജില്ലയിലുള്ള ലിറ്റിഗേഷൻസിന്റെ പെൻഡൻസി നോക്കിയിട്ട് എടുത്തൊരു തീരുമാനമാണ്. ആ 4 കോടതിയിൽ ഒന്നാണ് ഇന്ന് കടയ്ക്കൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. മുല്ലക്കര രത്നാകരൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ലത സ്വാഗതം പറഞ്ഞു. കൊല്ലം MP NK പ്രേമചന്ദ്രൻ, ജില്ലാ ജഡ്ജി അശോക് മേനോൻ, കൊട്ടാരക്കര കുടുംബ കോടതി ജഡ്ജി KA രാജ്മോഹനൻ, അബ്കാരി കോടതി ജഡ്ജി SV ഉണ്ണികൃഷ്ണൻ നായർ, കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മായാദേവി, കടയ്ക്കൽ കോടതി ജഡ്ജി മോഹനചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B ശിവദാസൻ പിള്ള, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ A ഹിദുർ മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ആനന്ദകുസുമം S വിക്രമൻ, S ബുഹാരി, കരകുളം ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കോടതി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വർണ്ണശബളമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. തളിയിൽ ക്ഷേത്രത്തിന് സമീപമുള്ള കെട്ടിടത്തിലാണ് പുതിയ കോടതി പ്രവർത്തിക്കുക. ആദ്യ ദിനം 11 മണിയോടെ കോടതി പ്രവർത്തനം തുടങ്ങി. 80 കേസുകളാണ് ആദ്യ ദിനത്തിൽ പരിഗണിച്ചത്. കടയ്ക്കൽ, ചടയമംഗലം പോലീസ് സ്റ്റേഷനുകളിലെ കേസുകൾ ഇനി മുതൽ കടയ്ക്കൽ കോടതിയിലാകും പരിഗണിക്കുക. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. നേത്രദാന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും സൗജന്യ നേത്ര പരിശോധനയും കരവാളൂരിൽ നടന്നു. പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റിയുടെയും കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത നേതൃത്വത്തിലായിരുന്നു നേത്രദാന പക്ഷാചരണവും സൌജന്യ നേത്രചികിത്സയും സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9-ന് പ്രചരണ റാലിയോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. കരവാളൂർ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച റാലി കൊല്ലം അസിസ്റ്റന്റ് DMO ഡോക്ടർ P. ബാബുചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് കരവാളൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന നേത്രദാന പക്ഷാചരണ ചടങ്ങ് പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾക്ക് സൗജന്യമായി ചികിത്സ ലഭിക്കുന്ന, പൊതുജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭിക്കുന്ന, അവർക്ക് എല്ലാവിധമായിട്ടുള്ള സംരക്ഷണവും ലഭിക്കുന്ന ഇതുപോലെയുള്ള PHCകൾ, CHCകൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ അവയെല്ലാം കൂടുതൽ ശക്തിപ്പെടണം. പുനലൂരിൽ തന്നെ ഏറ്റവും നല്ല താലൂക്ക് ആശുപത്രികളിൽ ഒന്നാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 7-8 ഡോക്ടർമാരുടെ കുറവ് ഇപ്പോഴും അവിടെ ഉണ്ട്. 10-12 ഡോക്ടർമാരുണ്ട്, പക്ഷേ 7-8 ഡോക്ടർമാരുടെ കുറവ് ഇപ്പോഴും ഉണ്ട്. അവിടെ വരുന്ന രോഗികളുടെ ഒരു എണ്ണത്തിന്റെ അനുസരിച്ചല്ല, നിശ്ചയിച്ചിട്ടുള്ള ഒരു ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയുടെ ഗ്രേഡ് എത്രയോ ഉയർത്തണം, ജില്ലാ ആശുപത്രി ആക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് മന്ത്രി വന്ന് പ്രഖ്യാപിച്ചിട്ട് പോയിട്ടുള്ളതാണെങ്കിലും നടപ്പിലാവുന്നില്ല. സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി രാജു ചടങ്ങിൽ അധ്യക്ഷയായി. ക്യാമ്പിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൌജന്യ കണ്ണട വിതരണവും ചടങ്ങിൽ നടന്നു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ കണ്ണട വിതരണം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ K. സലീല മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഒഫ്താൽമിക് സർജൻ ഡോക്ടർ മിനി ചടങ്ങിൽ വിഷയം അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന നേത്രദാന സമ്മതപത്ര സമർപ്പണം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G. സുരേഷ് കുമാർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തി. തൊഴിലാളികളെ മർദ്ദിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ പുനലൂർ SI അകാരണമായി മർദ്ദിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംയുക്തമായി പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. കഴിഞ്ഞ ദിവസം പുനലൂർ സർക്കാർ ആശുപത്രിയിലേക്ക് രോഗിയുമായി വന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ വൺ വേ ലംഘിച്ചുവെന്നാരോപിച്ച് SI മർദ്ദിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ കൊല്ലം റൂറൽ SPക്ക് പരാതി നൽകിയിട്ടുണ്ട്. തുടർന്ന് തിങ്കളാഴ്ച രാവിലെ 11-ന് KSRTC ജംഗ്ഷനിൽ നിന്നും സംഘടിച്ചെത്തിയ തൊഴിലാളികൾ മുദ്രാവാക്യം വിളികളുമായി പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. നഗരം ചുറ്റി പ്രകടനമായെത്തിയ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് നേതാവ് S. രജിരാജ് ഉദ്ഘാടനം ചെയ്തു. ഓരോരോ SIമാര് മാറി മാറി വരുമ്പോൾ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി പണ്ട് ചുമട്ടുതൊഴിലാളികളെ ആയിരുന്നു ഓടിച്ചിട്ട് അടിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ അത് ആട്ടോക്കാരുടെ മണ്ടയിലോട്ട് ഏണി വെച്ച് കയറുന്ന ഒരു പരുവത്തിലോട്ട് മാറി. ഞങ്ങൾക്ക് പുനലൂർ SIയോട് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള വ്യക്തിവിരോധവും ഇല്ല. സാധാരണഗതിയിൽ പുനലൂര് എന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ട് ജനങ്ങൾ ജീവിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ ശക്തികുളങ്ങരയിലോ ചവറയിലോ ഒക്കെ ചിലപ്പോൾ ക്രിമിനൽ സംഘങ്ങൾ കാണും. ചിലപ്പോൾ പുത്തൂരും ചില കരിങ്കൽ കോറികളോ മാഫിയകളോ ഒക്കെ കാണും. എന്നാൽ അവിടെയൊക്കെ ക്രിമിനൽസിനെ നേരിടുന്നത് പോലെ പുനലൂരോട്ട് വന്നിറങ്ങിയിട്ട് വളരെ മര്യാദക്കാരായ ആളുകളെ എല്ലാം മോനെ എന്ന് ചേർത്ത് മാത്രം സംബോധന ചെയ്യുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടർ പുനലൂരിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമാണ് എന്നാണ് എന്റെ വിശ്വാസം. പൗരജനങ്ങളുടെ മേൽ കുതിര കയറുന്നതിന് അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തുന്നതിനൊക്കെ പോലീസ് അക്കാഡമിയിൽ SIമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും പഠിപ്പിക്കാറുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആരെയെങ്കിലും വഴിയരിവിൽ കാണുന്ന ആരെയെങ്കിലും പോലീസിലെ സബ് ഇൻസ്പെക്ടർ ചീത്ത വിളിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സബ് ഇൻസ്പെക്ടർക്കെതിരായിട്ട് കേസെടുക്കുന്നതിന് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ ഈ SIക്കെതിരായിട്ട് എത്ര FIRകൾ ഇതിനകം രജിസ്റ്റർ ചെയ്യേണ്ടി വരുമായിരിക്കും എന്നായിരിക്കും എല്ലാവരും വിശ്വസിക്കുന്നത്. യാതൊരു തർക്കവുമില്ല. അതുപോലെ ബലപ്രയോഗം നടത്തുന്ന കാര്യത്തിൽ ഇദ്ദേഹം വന്നിറങ്ങിയ നാൾ മുതൽ തുടങ്ങിയതാണ്. ഇദ്ദേഹം പട്രോളിങ്ങിന് പോകുമ്പോൾ വഴിയരിവിൽ കാണുന്ന എല്ലാവരെയും ചൂരൽ വെച്ച് അടിക്കുക. ഇതിന് ഇദ്ദേഹത്തെ ആരാണ് ചുമതലപ്പെടുത്തി? ഇപ്പോൾ നല്ല നിയമ അവബോധമുള്ള ജനങ്ങളാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത്. എല്ലാവർക്കും നിയമത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതുപോലെ ഞാൻ പറയുന്നു, പുനലൂർ DYSPയോടും ബഹുമാനപ്പെട്ട പുനലൂർ സർക്കിൾ ഇൻസ്പെക്ടറോടും ഞാൻ പറയുന്നു, പുനലൂർ SIക്കെതിരായിട്ട് അടിയന്തരമായി മോഷണക്കുറ്റത്തിന് കേസെടുക്കണം. എന്താ കാര്യം? അദ്ദേഹം പട്രോളിങ്ങിന് പോകുന്ന വഴിയിലുടനീളം ഓട്ടോക്കാരുടെ സീറ്റുകൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഇവിടത്തെ രാത്രിയിൽ ഇവിടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന പ്രതികൾക്ക് കിടന്നുറങ്ങുന്നതിന് സുഖശയനത്തിന് വേണ്ടി ഓട്ടോറിക്ഷക്കാരുടെ സീറ്റുകളെ അദ്ദേഹം ഇവിടെ മോഷ്ടിച്ചുകൊണ്ടുവരും.
അതുകൊണ്ട് ഞാൻ പറയുന്നു, അദ്ദേഹത്തിനെതിരായിട്ട് അടിയന്തരമായി പുനലൂർ ഡിവൈഎസ്പിയും സിഐയും മുൻകൈയെടുത്ത് അദ്ദേഹത്തിനെതിരായിട്ട് മോഷണ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കേണ്ടതാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരായ പീഡനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് പുനലൂർ പോലീസ് സ്റ്റേഷൻ വേദിയാകുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ AK നസീർ, M തുളസീധരൻ പിള്ള, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നൌഷാദ് മൂർത്തിക്കാവ്, വിഷ്ണു ശാസ്താംകോണം, സാബു മണ്ണുവയൽ, അൻവർ, വൈശാഖ്, ഷാനവാസ്, ഷാജഹാൻ, ഹരിശ്ചന്ദ്രബാബു, പ്രദീപ് ശിവൻകോവിൽ, സിദ്ദീഖ്, സുനിൽ, ജോബി ശാസ്താംകോണം തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം പുന്നല സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഭരണം നിലനിർത്തി. മത്സരിച്ച 11 അംഗങ്ങളും വിജയിച്ചാണ് LDF വീണ്ടും ഭരണം നിലനിർത്തിയത്. നിലവിൽ LDF തന്നെയാണ് ബാങ്കിന്റെ ഭരണം നിർവഹിക്കുന്നത്. മുഴുവൻ അംഗങ്ങളും വിജയിച്ചതോടെ LDF വീണ്ടും ഭരണം നിലനിർത്തി. CPM നേതാവ് MA മുഹമ്മദാണ് നിലവിലെ ബാങ്ക് പ്രസിഡന്റ്. M അസൻ കണ്ണ, PS തങ്ങൾ മജീദ്, K മധു, KG വിജയകുമാർ, R റജി, D ബൈജു, ഓമന വർഗീസ്, മറിയമ്മ ജോൺസൺ, ലതാ സോമരാജൻ, EK നളിനാക്ഷൻ, MA മുഹമ്മദ് എന്നിവരാണ് വിജയിച്ച സ്ഥാനാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കോട്ടവട്ടം ഭദ്രകാളി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന യജ്ഞം നടന്നു. 100 കണക്കിന് ഭക്തർ യജ്ഞത്തിൽ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ 6-ന് ക്ഷേത്രം തന്ത്രി അടൂർ ഇടമന ഇല്ലത്ത് നാരായണന്റെ ഭണ്ഡാരത്തിൽ ലക്ഷാർച്ചനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലക്ഷാർച്ചനയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയ അന്നദാനത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് 6-ന് കലശാഭിഷേകവും ദീപാരാധനയും നടന്നു. തുടർന്ന് രാത്രി 7-ന് പ്രസാദ വിതരണത്തോടെ യജ്ഞം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴ മാറിയെങ്കിലും ദുരിതങ്ങൾക്ക് ശമനമില്ല. തെന്മലയിൽ മാത്രം 1 കോടിയുടെ നഷ്ടം. പത്തനാപുരത്തെ ദുരിതബാധിതർ ക്യാമ്പുകളിൽ തന്നെ. കടയ്ക്കലിലും ചടയമംഗലത്തും ദുരിതം തുടരുന്നു. കടയ്ക്കലിൽ പുതുതായി അനുവദിച്ച മജിസ്ട്രേറ്റ് കോടതി പ്രവർത്തനം തുടങ്ങി. കൂടുതൽ കോടതികൾ തുടങ്ങുന്നത് നീതി നടപ്പാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ച്. SIയുടെ പീഡനം തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ്. നേത്രദാന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും സൗജന്യ നേത്ര പരിശോധനയും കരവാളൂരിൽ നടന്നു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.